السلام عليكم ورحمة الله تعالى وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين الذي لا إله إلا هو الحي القيوم، والصلاة والسلام على نبيه خاتم الأنبياء والمرسلين والهادي إلى صراط المستقيم وعلى آله وصحبه الكرام الغر الميامين ومن تبعهم بإحسان إلى يوم الدين. أما بعد، رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي واهد قلبي بحق سيدنا محمد صلى الله عليه وسلم. നാം പറഞ്ഞു നിർത്തിയത് മഹാനായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ചെറിയ മകനായ 1.5 വയസ്സ് പ്രായമുള്ള അലി അസ്ഗർ തങ്ങൾ ഷഹീദായിരിക്കുകയാണ്. കർബല ചരിത്രത്തിലെ ഏറ്റവും വലിയ നിർണായകമായ, എല്ലാവരെയും കരയിപ്പിച്ച വലിയൊരു രംഗമായിരുന്നു മഹാനായ അലി അസ്ഗർ തങ്ങളുടെ ഷഹാദത്ത്. അലി അസ്ഗർ തങ്ങളെ ജനാസ മറവ് ചെയ്തിട്ട് മഹാനായ ഹുസൈൻ തങ്ങൾ നേരെ ടെൻറ്റിലേക്ക് വരികയാണ്. ഖൈമയിലേക്ക് വന്നു. വരുന്ന സമയത്ത് പ്രിയ പത്നി ഷെഹ്റുബാൻ അവിടെ ഇരിക്കുന്നുണ്ട്, വളരെ വിഷമത്തിൽ. ആ ടെൻറ്റുകളിൽ ആരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും സംസാരിക്കുന്നില്ല. എല്ലാം വലിയൊരു മൂകതയിലാണിപ്പോൾ ഉള്ളത്. അന്ന് മുഹറം 9 വ്യാഴാഴ്ച അസ്തമിച്ചു വെള്ളിയാഴ്ച രാത്രി മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു മഗ്രിബ് നിസ്കാരം കഴിഞ്ഞ് ടെൻറ്റിൻ്റെ ഒരു മൂലയിൽ അവിടെ ചാരിയിരിക്കുകയാണ്. ആ ഇരുത്തത്തിൽ മഹാനവറുകൾ ഒന്ന് മയങ്ങിപ്പോയി. ആ മയക്കത്തിൽ അവിടുന്ന് കാണുന്നൊരു സ്വപ്നമുണ്ട്. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ സ്വപ്നത്തിൽ വരികയാണ്. വന്നിട്ട് അവിടുത്തെ പേരമകനാകുന്ന ഹുസൈൻ തങ്ങളുടെ താടിയിൽ പിടിച്ചിട്ട് മഹാൻ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താണ് എൻ്റെ കുട്ടിയുടെ താടിയിൽ ചോരയിരിക്കുന്നത് എന്ന് ചോദിച്ച സമയത്ത് അവിടുന്ന് തിരിച്ചൊന്നും കൂടെ നബി തങ്ങൾ പറയാണ്, എൻ്റെ കുട്ടിക്ക് ഈ യുദ്ധത്തിൽ വിജയിക്കണമെങ്കിൽ ഞാൻ എൻ്റെ നാഥനോട് ഞാൻ പ്രാർത്ഥിക്കാം, ശുപാർശ ചെയ്യാം. അതല്ല, സ്വർഗത്തിൻ്റെ 8 കവാടങ്ങളും എൻ്റെ കുട്ടിക്ക് വേണ്ടി മലർക്കെ തുറന്നിട്ടിരിക്കുകയാണ്. എൻ്റെ കുട്ടിയെ സ്വീകരിക്കാൻ വേണ്ടി അവിടെ ഞങ്ങൾ കാത്തിരിക്കുകയാണ് എന്ന് പറഞ്ഞപ്പോൾ അവിടുന്ന് ഹുസൈൻ റളിയല്ലാഹു അൻഹു ചാടി എഴുന്നേൽക്കുകയാണ്. ആ സ്വപ്നത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. അപ്പോൾ അവിടുന്ന് ഉറപ്പിച്ചു, എൻ്റെ ഷഹാദത്ത് അടുത്തിരിക്കുകയാണ്. ഇനി ടെൻറ്റിൽ ആണുങ്ങളായിട്ട് അവിടുത്തെ മൂത്ത മകനാകുന്ന സൈനുൽ ആബിദീൻ തങ്ങൾ മാത്രമേ ഉള്ളൂ, വേറെ ആരുമില്ല. എല്ലാ ആണുങ്ങളും ഷഹീദായിരിക്കുകയാണ്. ഇനി പെണ്ണുങ്ങളും ചെറിയ കുട്ടികളും മാത്രമേ ആ ടെൻറ്റിലുള്ളൂ. മഹാനായ ഹുസൈൻ തങ്ങൾ തീരുമാനിച്ചു, നാളെ ഞാൻ യുദ്ധത്തിന് വേണ്ടി പുറപ്പെടുകയാണ് എന്ന ദൃഢനിശ്ചയത്തോടെ ഇരിക്കുകയാണ്. പിറ്റേ ദിവസം സുബഹി നിസ്കാരം കഴിഞ്ഞ് ടെൻറ്റിലുള്ള പെണ്ണുങ്ങളോടെല്ലാവരോടും പറയുകയാണ്, ഇനി നമുക്ക് നേതൃത്വം വഹിക്കാൻ മറ്റാരും ഇനി ഇവിടെ ഇല്ല, യുദ്ധത്തിന് പുറപ്പെടാൻ മറ്റാരുമില്ല, ഇനിയുള്ളത് ഞാൻ മാത്രമാണ്. എൻ്റെ മകനാകുന്ന സൈനുൽ ആബിദീൻ അവിടുന്ന് രോഗബാധിതനായി കിടക്കുകയാണ്, മോനവിടെ കിടന്നുകൊള്ളട്ടെ, ഞാൻ പോയിക്കൊള്ളാമെന്ന് പറഞ്ഞ് അവിടുത്തെ യുദ്ധത്തിൻ്റെ പടയണികളും എല്ലാം ഇട്ടുകൊണ്ട് അവിടുന്ന് നേരെ പുറപ്പെടുകയാണ് കർബലയുടെ രണാങ്കണത്തിലേക്ക്. മഹാനായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു പോകാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് നമ്മുടെ ചരിത്രത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ പറഞ്ഞിരുന്നു, കൂഫയിൽ നിന്ന് നിരന്തരം കത്തുകൾ വന്നുകൊണ്ടിരുന്നു. ആ വരുന്ന സമയത്ത് അവസാനമായി മക്കയിലേക്ക് കത്തെഴുതിയ ഒരു മഹാനുണ്ടായിരുന്നു, ഹസ്രത്ത് ഹുർ റളിയല്ലാഹു അൻഹു. മഹാനവറുകൾ അവിടുന്ന് ഓടി വരികയാണ്. ഏയ് ഹുസൈൻ, എനിക്ക് മാപ്പ് തരണം, ഞാൻ നിങ്ങളെ ഇവിടെ പിടിച്ചു വെച്ചതൊന്നും ഞാൻ അറിഞ്ഞിട്ടില്ല, ഞാൻ തന്നെയാണ് നിങ്ങൾക്ക് കത്തെഴുതിയത്. പക്ഷേ എനിക്കറിയില്ലായിരുന്നു ഇവിടെ നിങ്ങളെ ചതിക്കുന്നത്. ഞാൻ കച്ചവടാർത്ഥം ഞാൻ പുറത്തായിരുന്നു. ഞാൻ വരുന്ന സമയത്താണ് ഈ വാർത്ത അറിയുന്നത്. അറിഞ്ഞ ഉടൻ തന്നെ എൻ്റെ വീട്ടിലോ എൻ്റെ മക്കളെയോ ഒന്നും കാണാൻ ഞാൻ നിന്നില്ല. ഞാൻ നേരെ വന്ന് നിങ്ങളുടെ അടുക്കലേക്കാണ്. നിങ്ങൾ എനിക്ക് മാപ്പ് തരണം. ഹബീബ് തങ്ങൾ അടുക്ക ചെല്ലുമ്പോഴത്തേക്കും, ഹബീബ് തങ്ങളെ കാണുമ്പോഴത്തേക്കും എനിക്കെതിരെ നിങ്ങൾ സാക്ഷി പറയരുത്, എനിക്കെതിരെ നിങ്ങൾ കുറ്റം പറയരുത് എന്ന് പറഞ്ഞുകൊണ്ട് മഹാനായ ഹസ്രത്ത് ഹുർ റളിയല്ലാഹു അൻഹു ഹുസൈൻ തങ്ങളോട് പറയാണ്, ഈ ശത്രുക്കൾക്കെതിരെ ഞാൻ പോരാടാൻ വേണ്ടി, എനിക്കും പോരാടാൻ വേണ്ടി ഒരു വാള് നിങ്ങൾ തരിക.
അവസാനം അവിടുത്തെ ഒരു വാള് വാങ്ങിച്ചുകൊണ്ട് ആ ശത്രു സൈന്യത്തിൻ്റെ മുന്നിലേക്ക് വേഗം ഓടിയെടുക്കുകയാണ്. എടാ, നിന്നെയൊക്കെ വിശ്വസിച്ചുകൊണ്ട് ഞാൻ കത്തെഴുതിയിട്ടാടാ മഹാനായ ഹുസൈൻ തങ്ങൾ വന്നത് എന്ന് പറഞ്ഞിട്ട് ആ ശത്രു സൈന്യത്തിൻ്റെ മുന്നിലേക്ക് ഹുർ റളിയല്ലാഹു അൻഹു യുദ്ധത്തിന് വേണ്ടി പോവുകയാണ്. അവിടുന്ന് ഹുർ റളിയല്ലാഹു അൻഹുവും ഷഹീദായിരിക്കുന്നു. ഇനി ഹുസൈൻ തങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. ഹുസൈൻ തങ്ങൾ നേരെ പോവുകയാണ് ആ ശത്രു സൈന്യത്തിൻ്റെ മുന്നിലേക്ക്. അതേ, ആയിരക്കണക്കിന് വരുന്ന ശത്രു സൈന്യത്തിൻ്റെ മുന്നിൽ നിന്നുകൊണ്ട് മഹാനായ ഹുസൈൻ തങ്ങൾ പറയാണ്, ഹോ കുഫക്കാരെ, ഞാൻ വലിഞ്ഞു കയറി വന്നവനല്ല. നിങ്ങൾ നിരന്തരമായി കൊണ്ട് എനിക്ക് കത്തെഴുതിയിട്ട് ഞാൻ വന്നവരാണ്. നിങ്ങൾ നന്നായിട്ട് ഞങ്ങളെ സ്വീകരിച്ചു. അതിഥികളാകുന്ന ഞങ്ങളെ, ആതിഥേയരായ നിങ്ങൾ സ്വീകരിച്ച സ്വീകരണം ഒരിക്കലും ഞങ്ങൾക്ക് മറക്കാനാവില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഹുസൈൻ തങ്ങൾ നേരെ പോവുകയാണ്. ആയിരക്കണക്കിന് വരുന്ന ശത്രു സൈന്യത്തിൻ്റെ മുന്നിലേക്ക് ദുൽഫിക്കാർ ആകുന്ന, അതേ അവിടുത്തെ ഉപ്പയുടെ വാളാകുന്ന ചരിത്ര പ്രസിദ്ധമായ ആ വാളുമേന്തിക്കൊണ്ട് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു രണാങ്കണത്തിൻ്റെ ഭൂമിയിലേക്ക് അടുക്കുകയാണ്. അവിടെ എത്തി യുദ്ധങ്ങൾ തുടങ്ങി. അത് ശീഘ്രമായ യുദ്ധമായിരുന്നു. ഘോരമായ യുദ്ധങ്ങൾ നടക്കുന്ന സമയത്ത് അവിടുത്തെ ശത്രുക്കളൊക്കെ ഇങ്ങനെ വെട്ടി വീഴ്ത്തുകയാണ്. അവരൊക്കെ നിലംപതിച്ചുകൊണ്ട് മഹാനായ ഹുസൈൻ തങ്ങൾ പോകുമ്പോൾ ശത്രു സൈന്യങ്ങളുടെ മുന്നിൽ നിന്ന് തുരുതുര അമ്പ് തറക്കുന്നുണ്ടായിരുന്നു. തറക്കുന്ന അമ്പെല്ലാം അവിടെ ഊരിയെടുത്ത് കളയുന്നുണ്ട്. പക്ഷെ പിന്നെ കളയാനുള്ള സമയങ്ങൾ കിട്ടുന്നില്ല. അതുകൊണ്ട് പിന്നെ അത് കളയാൻ വേണ്ടി നിന്നില്ല. മഹാനവറുകൾ പിന്നെ യുദ്ധം തുടരുകയാണ്. ആ തറച്ച അമ്പുകൾ ഏകദേശം 200ഓളം അമ്പുകൾ ആ ശരീരത്തെ തറച്ചു നിൽക്കുകയാണ്. അവസാനം ഹുസൈൻ തങ്ങൾ കുഴഞ്ഞു. 10 ദിവസമായി ഒരു വെള്ളം കുടിച്ചിട്ട്, അന്നപാനീയങ്ങൾ ഉള്ളിൽ ചെന്നിട്ട് 10 ദിവസത്തോളമായി അവിടുന്ന് ക്ഷീണിക്കാൻ തുടങ്ങി. മഹാൻ ഹുസൈൻ തങ്ങൾ ഇനി ചിന്തിക്കുകയാണ്, എത്രയും പെട്ടെന്ന് ടൈഗ്രീസിൽ ചെന്ന് അവിടെ നിന്നൊരു ഇറ്റ് വെള്ളമെങ്കിലും എനിക്ക് കുടിക്കണം, കുടിച്ചിട്ട് മതി ബാക്കി യുദ്ധം എന്ന് വെച്ചുകൊണ്ട് മഹാനായ ഹുസൈൻ ഇബ്നു അലി റളിയല്ലാഹു അൻഹു അവിടുന്ന് അവിടുത്തെ ദുൽദുൽ എന്ന് പറയുന്ന കുതിരയുമായി കൊണ്ട് നേരെ പോവുകയാണ് ടൈഗ്രീസിൻ്റെ മുന്നിലേക്ക്. ആ അടുക്കുന്ന സമയത്ത്, അതിനോട് അടുക്കാൻ പോകുന്ന സമയത്ത് ശത്രു സൈന്യത്തിൻ്റെ അധിപനായി നിൽക്കുന്ന, ശത്രു സൈന്യത്തിൻ്റെ സൈന്യാധിപകൻ, അതെ ശത്രു സൈന്യത്തിൻ്റെ സൈന്യാധിപകനാകുന്ന ഉബൈദില്ലാഹി ഇബ്നു സിയാദ് അവിടുത്തെ ആ ശത്രു സൈന്യത്തോട് വിളിച്ചു പറയുകയാണ്, ഹേയ് സൈന്യമേ, 10 ദിവസത്തോളം ഒരിറ്റ് വെള്ളം പോലും കുടിക്കാതെ ഇത്രത്തോളം നമ്മളോട് യുദ്ധം ചെയ്ത ഹുസൈൻ്റെ അവിടുത്തെ യുദ്ധത്തിൻ്റെ ആ മുറകൾ നാം കണ്ടവരാണ്. അതുകൊണ്ട് ഒരിക്കലും ഹുസൈൻ അവിടുന്ന് വെള്ളം കുടിക്കാൻ അനുവദിക്കരുത്. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ ആരും ജീവിച്ചിരിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ പരമാവധി നിങ്ങൾ അമ്പ് കൊണ്ടെങ്കിലും ഹുസൈനെ വീഴ്ത്തണം എന്ന് പറഞ്ഞ സമയത്ത് കൂട്ടത്തിൽ നിന്നൊരുത്തൻ അവിടുന്ന് അമ്പ് ചെയ്യുകയാണ്. ആ ചെയ്ത അമ്പ് നേരെ പോകുന്നത് മഹാനായ ഹുസൈൻ തങ്ങളുടെ നെറ്റിത്തടത്തിലേക്കാണ് വന്നു കൊള്ളുന്നത്. ആ നെറ്റിത്തടത്തിൽ നിന്ന് അവിടുന്ന് കുത്തിക്കേറി അവിടുത്തെ പുറം ഭാഗത്തേക്ക് തന്നെ ആ അമ്പ് ഇറങ്ങിയിരിക്കുകയാണ്. ഹുസൈൻ തങ്ങൾ വീണുപോയി. ആ വീണ സമയത്ത് ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് എഴുന്നേറ്റിരിക്കുകയാണ്. പറ്റുന്നില്ല, സാധിക്കുന്നില്ല, തറച്ചതിന് തലയിലായി പോയി. ആയിരിക്കുമ്പോഴാണ് ആ തലയിൽ നിന്ന് കണ്ണുവഴി നേരെ താടി രോമങ്ങളിലൂടെ രക്തം ഇങ്ങനെ ഊർന്ന് ഇറങ്ങി വരികയാണ്. ആ സമയത്താണ് മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിന് ഓർമ്മ വന്നത്. ഇന്നലെ എൻ്റെ സ്വപ്നത്തിലേക്ക് ഇശാ മഗ്രിബിൻ്റെ ഇടയിൽ ഞാൻ കണ്ട സ്വപ്നം എൻ്റെ ഉപ്പാപ്പ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നിട്ട് ചോദിച്ചു, എന്തേ മോനെ മോൻ്റെ താടി രോമത്തിൽ രക്തം പിടിച്ചിരിക്കുന്നത്? ഉറപ്പിച്ചു, എൻ്റെ മരണം അടുത്തിരിക്കുന്നു, ഞാൻ നോമ്പുകാരനാണ്, ഇനി ഒരിറ്റ് വെള്ളം എനിക്ക് വേണ്ട. ശത്രു സൈന്യത്തിൻ്റെ മുന്നിലേക്ക് തിരിച്ചു പോകാൻ വേണ്ടി മഹാനായ ഹുസൈൻ റളിയല്ലാഹു അൻഹു അവിടുന്ന് എഴുന്നേൽക്കുകയാണ്. ഇൻഷാ അല്ലാഹ് ഇനി അവസാനത്തെ ഒരൊറ്റ എപ്പിസോഡും കൂടെ നമുക്കുള്ളൂ. ഹുസൈൻ തങ്ങളുടെ ഷഹാദത്തും അവിടുത്തെ സ്ത്രീകളെ നേരെ യസീദിൻ്റെ അടുക്കിലേക്ക് കൊണ്ടുപോകുന്ന വലിയ ചരിത്രമാണ് ഇനി ബാക്കിയുള്ളത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും സ്വീകരിക്കുമാറാകട്ടെ. നന്മകൾ കേൾക്കാനും അതനുസരിച്ച് പ്രവർത്തിക്കാനുമുള്ള തൗഫീഖ് അല്ലാഹു നമുക്ക് അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ ചരിത്രം അറിയാത്തവരിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കുക. ഈ കാലഘട്ടം നമുക്കറിയാം, കൊറോണ വൈറസ് പിടിപ്പെട്ടിരിക്കുന്ന കാലമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാമാരിയെ എത്രയും പെട്ടെന്ന് ഈ ലോകത്ത് നിന്ന് തുടച്ചു മാറ്റി എല്ലാവർക്കും സമാധാനവും സലാമത്തും തന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെയും മുറാദുകൾ അല്ലാഹു ഹാസിലാക്കി കൊടുക്കുമാറാകട്ടെ.
وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله تعالى وبركاته.